യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. മലയാള ബാങ്ക് ജോലികളാണ് ഈ മറ്റേ നമ്മളെ കൂടെ വന്നിടത്തിന്റെ മകനാണ്. മലയാള ബാങ്ക് ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ഇടത് സർക്കാർ തയ്യാറായത്. നമുക്കറിയാം, ഇത് രണ്ടാം ബാർക്കോഴ ആരോപണമാണ്. ഒന്നാം ആരോപണം വന്നത് ശ്രീ കെ എം മാണിക്കെതിരാണ്. കെ എം മാണിക്കെതിരെ വന്ന ആ ബാർക്കോഴ ആരോപണം മുഴുവൻ വ്യാജമായിരുന്നു എന്ന് കാലം തെളിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് രണ്ടാം ബാർക്കോഴ ആരോപണം കടന്നു വരുന്നത്. എന്നാൽ ഈ ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന തരത്തിലാണ് ഈ ആരോപണം ഉണ്ടാവുന്നത്. നമുക്കറിയാം, ശ്രീ കെ എം മാണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആരോപണം, അന്ന് ആരോപണം ഉയരുമ്പോൾ നമ്മുടെ നാട്ടിലെ മദ്യശാലകൾ ഒന്നൊന്നായി അടയ്ക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് സ്കൂളിൻ്റെ മുറ്റത്തും ആരാധനാലയങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിൽ പോലും മദ്യശാലകൾ തുറന്നു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, ആ മദ്യശാലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിലവിലുള്ള മാസത്തിൽ ഒരു ദിവസം മദ്യശാലകൾ അടച്ചിടുന്ന ആ രീതി പോലും അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും മദ്യം സുലഭമായി ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും മദ്യം ലഭിക്കുന്നതിനുള്ള നടപടികളുമായി ഈ സർക്കാർ കടന്നു വരികയാണ്. അവർക്ക് വേണ്ട ഒത്താശ ഒരുക്കിക്കൊണ്ട് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രി കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. തീർച്ചയായും അതിൻ്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട്. ആ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരം ആരംഭിച്ചത്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ ആരോപണവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സമരം കടന്നു വരുമ്പോൾ ആ സമരത്തിൻ്റെ വഴി ഒന്ന് ഗതിമാറ്റി വിടുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ അർജുൻ രാധാകൃഷ്ണനെതിരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അർജുൻ്റെ പേരിലുള്ള ആരോപണം? അദ്ദേഹമാണ് ബാർ മുതലാളിമാരുടെ അഡ്മിറ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ബാറില്ല, ബാറുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ ഇടയ്ക്കാക്കി തനിക്കാക്കുന്ന CPM തന്ത്രം, ആ തന്ത്രമാണ് ഇവിടെ ഈ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.